ഹലോ. അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഇലക്ട്രിക്, പെട്രോൾ, ഡീസൽ വണ്ടികൾക്ക് അതിൻ്റെതായ നല്ല വശങ്ങളും ചില തലവേദനകളുമുണ്ട്. ഒന്ന്, ഇലക്ട്രിക് കാർ ഓഫ് എടുത്താലുള്ള പ്രശ്നങ്ങൾ. ചാർജിംഗ് പേടി, റേഞ്ച് ആങ്സൈറ്റി. ലോങ് ട്രിപ്പ് പോകുമ്പോൾ ചാർജ് തീരുമോ, വഴിയിൽ ചാർജിംഗ് സ്റ്റേഷൻ കാണുമോ എന്ന ടെൻഷൻ കുറച്ചുണ്ടാകും. ചാർജ് ചെയ്യാൻ സമയവും എടുക്കും. വില കൂടുതൽ. വണ്ടി വാങ്ങുമ്പോൾ സാധാരണ കാറുകളേക്കാൾ തുടക്കത്തിൽ വലിയൊരു തുക കൊടുക്കേണ്ടി വരും. ബാറ്ററി മാറ്റിവെക്കൽ ചെലവ്. 8 മുതൽ 10 വരെ വർഷം കഴിയുമ്പോൾ ബാറ്ററി മാറ്റേണ്ടി വന്നാൽ അത് വലിയൊരു ചിലവാണ്. പക്ഷേ അപ്പോഴേക്കും ടെക്നോളജി മാറാം. 2, പെട്രോൾ കാർ എടുത്താൽ ഉള്ള പ്രശ്നങ്ങൾ. ഉയർന്ന ഇന്ധന ചെലവ്. പെട്രോൾ വില എപ്പോഴും റോക്കറ്റ് പോലെയാണ്. ദിവസവും ഒരുപാട് ദൂരം ഓടിക്കുന്നവർക്ക് പോക്കറ്റ് കീറും. മൈലേജ് കുറവ്. ഡീസൽ EV വണ്ടികളെ അപേക്ഷിച്ച് പെട്രോൾ വണ്ടികൾക്ക് മൈലേജ് അല്പം കുറവായിരിക്കും, പ്രത്യേകിച്ച് സിറ്റി ട്രാഫിക്കിൽ. 3, ഡീസൽ കാർ എടുത്താൽ ഉള്ള പ്രശ്നങ്ങൾ. ആയുസ് കുറവാണ്. നിയമങ്ങൾ. മലിനീകരണം കുറയ്ക്കാൻ സർക്കാർ ഡീസൽ വണ്ടികൾക്ക് കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ചില നഗരങ്ങളിൽ 10 വർഷമേ ഓടിക്കാൻ പറ്റൂ. ഉയർന്ന സർവീസ് ചെലവ്. പെട്രോൾ വണ്ടിയേക്കാൾ ഡീസൽ വണ്ടിയുടെ എഞ്ചിൻ മെയിന്റനൻസും സർവീസും കുറച്ച് ചെലവേറിയതാണ്. ചെറിയ ഓട്ടത്തിന് പറ്റില്ല. വണ്ടി ദിവസവും വളരെ കുറച്ചു ദൂരം, ഷോർട്ട് ട്രിപ്സ് മാത്രമാണ് ഓടിക്കുന്നതെങ്കിൽ ഡീസൽ എഞ്ചിനിലെ ഫിൽട്ടറുകൾ, DPF അടഞ്ഞുപോകാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കൂടുതൽ സ്റ്റാർ ടൗണിൽ മാത്രം ഓടിക്കാൻ EV സൂപ്പർ. വല്ലപ്പോഴും മാത്രം ഓടിക്കുന്നവർക്ക് പെട്രോൾ ബെസ്റ്റ്. ദിവസവും ഒരുപാട് ദൂരം, ലോങ് റൂട്ട് ഓടുന്നവർക്ക് ഇപ്പോഴും ഡീസൽ തന്നെയാണ് ലാഭം. ഇനി പറ, നിന്റെ മനസ്സിൽ ഏത് വണ്ടിയാ ഉള്ളത്?